Welcome back all of you. Tahimonaana. Pharmacodynamics video series le nammade moonamathe video. Third video in the plane of pharmacodynamics. ആദ്യത്തെ വീഡിയോ നമ്മൾ ഡ്രഗ് ടാർഗറ്റ്സ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഡ്രഗ് ടാർഗറ്റ്സ്. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ലിഗൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അഗോണിസ്റ്റ്, ആന്റഗോണിസ്റ്റ് പോലെയുള്ള ലിഗൻസ്. Now the ligands has to interact with the target for producing action. Action ഉണ്ടാവണമെങ്കിൽ the ligands has to interact. So this video is about this interaction between the ligand and the target. So the targets can be receptors, ion channels, allengil enzymes agam, allengil transporters, so different types ഉണ്ട്. നമ്മൾ അപ്പോൾ ബേസിക്കലി നമ്മൾ റിസപ്റ്റർ ലിഗൻഡ് ഇന്ററാക്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇതിനകത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. വൺ, വാട്ട് ആർ ദ ഫോഴ്സസ് ഇൻവോൾവ്ഡ് ഇൻ ഡ്രഗ് റിസപ്റ്റർ ഇന്ററാക്ഷൻ. രണ്ടാമത്തത്, വാട്ട് ആർ ദ തിയറീസ് ഓഫ് ഡ്രഗ് റിസപ്റ്റർ ഇന്ററാക്ഷൻ. അപ്പൊ നമുക്ക് കെമിക്കൽ ഫോഴ്സസ് പറയണം, തിയറീസ് പറയാം. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പറയേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം വാട്ട് ആർ ദ ഫോഴ്സസ് ഇൻവോൾവ്ഡ് ഇൻ ഡ്രഗ് റിസപ്റ്റർ ഇന്ററാക്ഷൻ ഇത് പറഞ്ഞിട്ട് നമുക്ക് തിയറീസിലേക്ക് പോകാം. നമുക്കറിയാവുന്നത് ഡ്രഗും ഈ ടാർജറ്റും രണ്ടും കെമിക്കൽസ് ആണ്. ബോത്ത് ആർ കെമിക്കൽ. സോ ദർ ഇന്ററാക്ഷൻ വിൽ ബി ഓൾസോ പ്യൂർലി കെമിക്കൽ തന്നെ ആയിരിക്കും. കെമിക്കൽ ഇന്ററാക്ഷൻസ് ആണ്. സോ സാധാരണ കെമിസ്ട്രിയിലെ അതേ ഇന്ററാക്ഷൻസ് തന്നെ ആയിരിക്കും ഡ്രഗും ലിഗൻഡും തമ്മിലുണ്ടാവും. മറ്റു കാര്യം എനിക്ക് പറയാനുള്ളത്, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഡോണ്ട് തിങ്ക് ദാറ്റ് ഒറ്റ ഒരു ഇന്ററാക്ഷൻ മാത്രമായിരിക്കും എന്ന് വിചാരിക്കരുത്. ഞാൻ ഈ പറയുന്ന പല ഇന്ററാക്ഷൻസും ഒരുമിച്ച് ഒരു ഡ്രഗും ഒരു ലിഗൻഡും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ there can be one or more, രണ്ടോ മൂന്നോ നാലോ തരം ഇന്ററാക്ഷൻസ് ഇവ തമ്മിൽ ഉണ്ടായിരിക്കും എന്നുകൂടി ഒന്ന് മനസ്സിലാക്കുക. ആദ്യത്തെ ഇന്ററാക്ഷൻസ് ഈസ് കോവാലന്റ് ഇന്ററാക്ഷൻസ്. കോവാലന്റ് ഇന്ററാക്ഷൻ ആണ്. നമുക്കറിയാം കോവാലന്റ് ബോണ്ട്സ് എന്ന് പറയുമ്പോൾ ദേ ആർ ഹൈലി സ്റ്റേബിൾ, മോർ സ്റ്റേബിൾ ആണ്. ദെൻ ബൈൻഡിങ് വിത്ത് ദ റിസപ്റ്റർ ഡ്രഗ് ഈസ് വെരി സ്ട്രോങ്. സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ വെരി സ്ട്രോങ്ങും ആയിരിക്കും. ആൻഡ് ഇത്തരം ഇന്ററാക്ഷൻസ് മിക്കവാറും റിസപ്റ്റേഴ്സിനെ ഇനാക്ടിവേറ്റ് ചെയ്യും. ഇനാക്ടിവേഷൻ ഓഫ് റിസപ്റ്റേഴ്സിനെ ഇനാക്ടിവേറ്റ് ചെയ്യും. ഇനി മിക്കവാറും ഇപ്പൊ ഇത്ര ഇന്ററാക്ഷൻസ് ഉണ്ടാക്കാവുന്നതെല്ലാം തന്നെ ആന്റഗോണിസ്റ്റ് ആന്റഗോണിസ്റ്റുകളായിരിക്കും ഇങ്ങനെയുള്ള ഇന്ററാക്ഷൻസ് ഉണ്ടാക്കുക. ആൻഡ് ദീസ് ഇന്ററാക്ഷൻ വിൽ ബി ഇറിവേഴ്സിബിൾ ആന്റഗോണിസ്റ്റുകൾ എന്നാണ് നമ്മൾ ഈ ഇത്തരം ഇന്ററാക്ഷൻസ് ഉണ്ടാക്കുന്നതിനെ നമ്മൾ പറയുക. ഇപ്പോൾ ഉദാഹരണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഓർഗാനോ ഫോസ്ഫറസ് കോമ്പൗണ്ട്സ് പഠിക്കുന്നത് കോളിൻ എസ്റ്ററേസ് എന്ന് പറയുന്ന എൻസൈമിൽ പഠിക്കുമ്പോൾ ദാറ്റ് പ്രൊഡ്യൂസസ് ഇറിവേഴ്സിബിൾ ഇന്ററാക്ഷൻസ്. സോ യൂഷ്വലി ദീസ് ആർ ലോ, കുറവായിരിക്കും. ഡ്രഗ് റിസപ്റ്റർ ഇന്ററാക്ഷനിലെ കോവാലന്റ് ഇന്ററാക്ഷൻ സാധാരണ രീതിയിൽ കുറവായിരിക്കും. രണ്ടാമത്തെ ടൈപ്പ് ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത് ഒരു വീക്ക് ഇന്ററാക്ഷൻ ആണ്. ഹൈഡ്രജൻ ബോണ്ട്സ് ആർ വീക്ക് ബോണ്ട്, പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റും, ഈസിലി ബ്രോക്കൺ ആണ്. സോ സാധാരണ ഇതൊരു പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ നമ്മൾ എച്ച് പ്ലസിന് ചുറ്റും ഒരു ബോണ്ടിങ്ങിൽ ഇടപെടാത്ത, ബോണ്ട് ഫോർമേഷനിൽ ഇടപെടാത്ത ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ. സോ ഇപ്പോൾ ഇതൊരു ഓക്സിജൻ ആണെന്ന് വരിക, രണ്ട് ഇലക്ട്രോൺ ഇവിടെ വെറുതെ ഇരിക്കാന്ന് വരിക. ഇവ തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് നമ്മൾ ഈ ഹൈഡ്രജൻ ബോണ്ട്. വെള്ളത്തിൽ ഒരുപാട് ഇങ്ങനെയുള്ള ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. നമ്മൾ സാധാരണ വരയ്ക്കുക ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് ഇട്ടായിരിക്കും വരയ്ക്കുക. സോ ഇവിടെ ഒരു പ്രത്യേക pH-ൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കാൻ പറ്റുന്ന ആറ്റത്തിന്, അങ്ങനെയുള്ള ആറ്റത്തിന് മാത്രമേ, സോ പോസിറ്റീവ് ചാർജ് ഇവിടെ ഉണ്ട്, ഇങ്ങനെയുള്ള ആറ്റത്തിന് മാത്രമേ ഇങ്ങനെയുള്ള ബോണ്ട് ഫോം ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. ആൻഡ് ദീസ് ബോണ്ട്സ് ക്യാൻ ബി ഓഫ് ടു ടൈപ്സ്. രണ്ട് രീതിയിൽ ഈ ബോണ്ട് ഉണ്ടാകും. ഒന്ന്, രണ്ട് മോളിക്യൂൾസ് തമ്മിൽ, അതിന് നമ്മൾ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയും. അല്ലെങ്കിൽ ഒറ്റ ഒരു മോളിക്യൂളിനകത്ത് തന്നെ ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻട്രാമോളിക്കുലാർ ഉണ്ടെങ്കിൽ ദാറ്റ് ബോണ്ട് വിൽ ബി വെച്ച് സ്ട്രോങ്ങർ ആയിരിക്കും. ആൻഡ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിനെ സാധാരണ എക്സ്പ്രസ് ചെയ്യുക ഹാമറ്റ് യൂണിറ്റിലായിരിക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. മൂന്നാമത്തെ ഫോഴ്സ് ഓഫ് ഡ്രഗ് റിസപ്റ്റർ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ബോണ്ടിങ് ആണ്. ഇത് നടക്കുന്നത് മരുന്നിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു അയോൺ ചാർജ്ഡ് ആയിട്ട് ഉണ്ടാവുന്നതായിരിക്കും. ഇപ്പോൾ അസറ്റൈൽ കോളീൻ എന്ന് പറയുന്ന അസറ്റൈൽ കോളീനിലെ ഇപ്പോൾ ഉദാഹരണം നമുക്കറിയാം, ഇറ്റ്സ് എ ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട് ആണ്. N ഈസ് ഹാവിംഗ് സം പോസിറ്റീവ് ചാർജ്. സോ ഇങ്ങനെയുള്ള ഒരു കോമ്പൗണ്ട് റിസപ്റ്റർ, ഇപ്പോൾ റിസപ്റ്ററിലെ എൻസൈം ആണ്. എൻസൈമിന്റെ ഇവിടെ ഒരു ആനയോണിക് സൈറ്റ് എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ ആസ്പാർട്ടേറ്റോ ഗ്ലൂട്ടമേറ്റോ ഒക്കെ ആയിരിക്കും ഇരിക്കുക. സോ ഇറ്റ് ഹാസ് സം നെഗറ്റീവ് ചാർജ്. ഈ നെഗറ്റീവ് ചാർജിൽ ഈ പോസിറ്റീവ് ഇന്ററാക്ഷൻ നടക്കുകയാണെങ്കിൽ ദിസ് ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ, ഇതിനാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ ഓർ ബോണ്ടിങ് എന്ന് പറയാം. സോ ഇതാണ് മൂന്നാമത്തെ ടൈപ്പ്. നാലാമത്തെ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈപോൾ ആൻഡ് അയോൺ ഡൈപോൾ ഇന്ററാക്ഷൻസ് ആണ്. സോ ഇതും ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ബോണ്ടിങ്ങിനോട് അനുബന്ധിച്ച് തന്നെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഇതും.
ഡൈപോൾ ആൻഡ് അയോൺ ഡൈപോൾ. ഇത് ഇപ്പോൾ ഉദാഹരണം ഒരു മോളിക്യൂൾസിനകത്ത് ഇലക്ട്രോൺസ് തുല്യമല്ലാതെ അസിമെട്രിക് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന സംഭവമാണ്. അപ്പോൾ അതൊരു ഇലക്ട്രോണിക് ഡൈപോൾസ് ഉണ്ടാകും. ഇതിൽ അയോൺ ഡൈപോൾ ആണ് സ്ട്രോങ്. ഇത് സ്ട്രോങ് ആണ്, പക്ഷെ ഡൈപോൾ ആണെങ്കിൽ ദാറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി വീക്ക് ആണ്. ഓക്കെ, സോ സ്ട്രോങ്ങർ ഈസ് അയോൺ ഡൈപോൾ, വീക്കർ ഈസ് ഡൈപോൾ ഇന്ററാക്ഷൻസ്. അഞ്ചാമത്തത് ചാർജ് ട്രാൻസ്ഫർ കോംപ്ലക്സുകളാണ്. ചാർജ് ട്രാൻസ്ഫർ കോംപ്ലക്സ് ഇത് ഒരു ഇലക്ട്രോൺ ഡോണർ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ, സോ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്ററുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതാണ് ഈ ചാർജ് ട്രാൻസ്ഫർ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഡോണറിൽ നിന്ന് നേടിയ ഇലക്ട്രോൺ, ആ നേടിയ ചാർജ് അക്സെപ്റ്റർ ഒരു ചാർജ് ട്രാൻസ്ഫർ കോംപ്ലക്സ് ആയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, ഉദാഹരണം ഇപ്പോൾ പൈ ഇലക്ട്രോൺസ് ഉള്ള ആൽക്കീൻസ്, ആൽക്കൈൻസ്, അരോമാറ്റിക് കോമ്പൗണ്ട്സ് ഇതൊക്കെ കൂടുതൽ ബോണ്ടഡ് ആയിട്ടുള്ള അക്സെപ്റ്റേഴ്സുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതിനാണ് നമ്മൾ ചാർജ് ട്രാൻസ്ഫർ കോംപ്ലക്സുകൾ എന്ന് പറയും. സോ ഇങ്ങനെയുള്ള ഇന്ററാക്ഷനും ഡ്രഗ് റിസെപ്റ്റർ തമ്മിൽ നടക്കുന്നുണ്ട്. അടുത്തൊരു ഇന്ററാക്ഷൻ നമുക്ക് പറയുന്നത് ഹൈഡ്രോഫോബിക് ഫോഴ്സ് ആണ്. ഹൈഡ്രോഫോബിക് ഫോഴ്സസ്. സോ നോൺ പോളർ ആയിട്ടുള്ള മോളിക്യൂൾസ് ഇപ്പോൾ മായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരുമ്പോൾ വാട്ടർ ബിക്കം ഹൈ എനർജി സ്റ്റേറ്റിലാവുന്നുണ്ട്. ഇതേപോലെ രണ്ട് നോൺ പോളാർ ഗ്രൂപ്പ് വാട്ടറിന് ചുറ്റും വരുമ്പോൾ വാട്ടർ മോളിക്യൂൾസ് മൊത്തം അങ്ങ് ഡിസോറിയന്റഡ് ആൻഡ് ഇങ്ങനെയുള്ള ഫോഴ്സിനാണ് നമ്മൾ ഹൈഡ്രോഫോബിക് ഫോഴ്സസ് എന്ന് പറയുന്നത്. സോ ദിസ് ഫോഴ്സസ് യൂഷ്വലി സ്റ്റെബിലൈസസ്, ഇങ്ങനെയുള്ള ഫോഴ്സസ് സ്റ്റെബിലൈസസ് ദ ഡ്രഗ് റിസെപ്റ്റർ കോംപ്ലക്സ് ആൻഡ് ബിക്കോസ് അതിന്റെ ഫ്രീ എനർജി കുറയ്ക്കും. ഓക്കെ, ആൻഡ് ദിസ് സ്റ്റെബിലൈസേഷൻ is called as the hydrophobic interactions. ഇതിനാണ് നമ്മൾ hydrophobic interaction എന്ന് പറയുന്നത്. So these all except this covalent bond, all these are reversible. അതും കൂടി നമ്മൾ ഓർത്തിരിക്കുക. ഇനി അവസാനമായിട്ട് ഒരു ഫോഴ്സ് കൂടി നമുക്ക് പറഞ്ഞേക്കാം. ഏഴാമത്തെ വാണ്ടർ വാൾസ് ഫോഴ്സസ് ആണ്. ഓക്കെ, ആണ് വാണ്ടർ വാൾസ് ഫോഴ്സസ്. ഓർ അതിന് വേറെ പേര് ലണ്ടൻ ഡിസ്പേഴ്സിബിൾ ഫോഴ്സസ് എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ആൻഡ് ഇത് ആക്ച്വലി എല്ലാ ആറ്റംസും തമ്മിലുള്ള ഫോഴ്സസ് ആണ്. സോ തൊട്ടടുത്ത നെയ്ബറിംഗ് ആറ്റം മറ്റേ ആറ്റത്തിന്റെ ഇലക്ട്രോൺ ക്ലൗഡിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റം ഒരു ആറ്റത്തിന് മറ്റേ ആറ്റത്തിന്റെ ഇലക്ട്രോൺ ക്ലൗഡിൽ ഒരു അസിമെട്രി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ആക്ച്വലി ഇത് വർക്ക് ചെയ്യുന്നത് വളരെ ചെറിയ ഡിസ്റ്റൻസിലാണ്. 0.4 to 0.6 നാനോമീറ്റർ ഡിസ്റ്റൻസിലൊക്കെ മാത്രം എഫക്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഉദാഹരണം ഇത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അസിറ്റൈൽകോളിന്റെ ഇവിടെ CH3 ഉണ്ട്, CH3 ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് ദിസ് അസിറ്റൈൽകോളിൻ എസ്റ്ററൈസസിന് അടുത്തെത്തുമ്പോഴത്തേക്കും ഈ മീഥൈൽ ഗ്രൂപ്പ് ഓഫ് അസിറ്റൈൽകോളിൻ ക്യാൻ ബൈൻഡ് ടു ദിസ് എസ്റ്ററൈസസ്. അത് ബിക്കോസ് ഓഫ് ദിസ് വാണ്ടർ വാൾസ് ഇന്ററാക്ഷൻ. സോ ദീസ് ആർ ദ ഫോഴ്സസ് ബൈ വിച്ച് ദ ഡ്രഗ് ആൻഡ് റിസെപ്റ്റർ ക്യാൻ ഇന്ററാക്ട്. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് വാട്ട് ആർ ദ തിയറീസ് ഓഫ് ഡ്രഗ് റിസെപ്റ്റർ ഇന്ററാക്ഷൻ. ലാംഗ്ലി എന്ന സയന്റിസ്റ്റ് ആണ് ഈ മരുന്നുകൾ പ്രവർത്തിക്കുന്നതിന് ശരീരത്തിലുള്ള ചില റിസെപ്റ്റേഴ്സുമായിട്ട് ഒട്ടിച്ചേരേണ്ടതുണ്ട് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ലാംഗ്ലിയാണ്. മരുന്ന് ഡ്രഗ് ഡി ബൈൻഡ്സ് വിത്ത് ഓർ പ്ലസ് റിസെപ്റ്റേഴ്സ്. ഓക്കെ, ഡ്രഗ് റിസെപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞത് ലാംഗ്ലിയാണ്. സോ ഇവയാണ് ഫലങ്ങൾക്ക് കാരണമാകുന്നത് എന്നാണ് ലാംഗ്ലി 1878 പറഞ്ഞത്. പക്ഷെ മരുന്നും റിസെപ്റ്ററും ഒട്ടിച്ചേർന്ന് എന്ത് സംഭവിക്കുന്നു എന്നതിനെ പറ്റി പിന്നീട് പറഞ്ഞത് ഗാഡം ആൻഡ് ക്ലാർക്ക് ആണ്. ഗാഡം ആൻഡ് ക്ലാർക്ക് ഇവരാണ് 1930കളിലാണ് പറഞ്ഞത്. സോ ഇതാണ് ഡ്രഗ് റിസെപ്റ്റർ തിയറീസിലെ ആദ്യത്തെ തിയറി. ഇതിനെ നമ്മൾ റിസെപ്റ്റർ ഒക്കുപ്പൻസി തിയറി എന്നോ റിസെപ്റ്റർ ഒക്കുപ്പേഷൻ തിയറി എന്നോ ഇങ്ങനെ പറയാം. ഒക്കുപ്പേഷൻ തിയറി എന്നും പറയാറുണ്ട്, റിസെപ്റ്റർ ഒക്കുപ്പൻസി തിയറി. സോ ഈ തിയറി പ്രകാരം റിസെപ്റ്റർ ഒക്കുപ്പൈഡ് മീൻസ് മരുന്നും റിസെപ്റ്ററും ഒട്ടിച്ചേരും. സോ ദ ഡ്രഗ് ഹാസ് ടു ബൈൻഡ് വിത്ത് ദ റിസെപ്റ്റർ ടു ഫോം ദ ഡ്രഗ് റിസെപ്റ്റർ കോംപ്ലക്സ്. ഇതിനാണ് നമ്മൾ ഡ്രഗ് റിസെപ്റ്റർ കോംപ്ലക്സ് എന്ന് പറയാം. ആൻഡ് ദിസ് ഡ്രഗ് റിസെപ്റ്റർ കോംപ്ലക്സ് ആണ് എഫക്റ്റുകൾ, ഫാർമക്കോളജിക്കൽ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒക്കുപ്പേഷൻ തിയറി അനുസരിച്ചിട്ട് ദ ഇന്റൻസിറ്റി ഓഫ് ദ എഫക്ട് ഫാർമക്കോളജിക്കൽ ആക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് റിസെപ്റ്റർ. എത്ര റിസെപ്റ്റർ ഉണ്ട് എന്നുള്ളതാണ് കാര്യം. ഇപ്പൊ 100 റിസെപ്റ്റർ ഉണ്ടെങ്കിൽ 100 റിസെപ്റ്ററും ഒക്കുപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ എഫക്ട് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. സോ ഇന്റൻസിറ്റി ഓഫ് ദ എഫക്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് റിസെപ്റ്റേഴ്സ് ഒക്കുപ്പൈഡ്. അത് ഞാൻ പറയണം, ഒക്കുപ്പൈഡ്. സോ വെൻ ദ ഓൾ റിസെപ്റ്റേഴ്സ് 100 റിസെപ്റ്റർ ഉണ്ടെന്നായിരിക്കുക, എല്ലാം ഒക്കുപ്പൈഡ് ആണെങ്കിൽ ദാറ്റ് മീൻസ് മാക്സിമം റെസ്പോൺസ്. അപ്പൊ മാക്സിമം റെസ്പോൺസ്. സോ ഫാർമക്കോളജിക്കൽ എഫക്ട് ഈസ് എ റെസ്പോൺസ് ഓർ എ ഫംഗ്ഷൻ ഓഫ് ദ റിസെപ്റ്റർ ഒക്കുപ്പേഷൻ. ഓക്കെ, കൂടുതൽ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ കൂടുതൽ റിസെപ്റ്റർ പിടിക്കുകയാണെങ്കിൽ കൂടുതൽ എഫക്ട് കിട്ടും. ആൻഡ് നമ്പർ ഓഫ് റിസെപ്റ്റേഴ്സ് അവൈലബിൾ ഈസ് ഓൾസോ എ ഫാക്ട്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ പാർഷ്യൽ അഗോണിസ്റ്റുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു ഈ മോഡൽ വെച്ചിട്ട് പറയാൻ പറ്റുന്നില്ല. ഇവിടെ ഇപ്പൊ മുഴുവൻ റിസെപ്റ്ററിൽ ഒട്ടിച്ചേരണം, ഓൾ ഓർ നൺ ലോ ആണ് പറയുന്നത്. ഓക്കെ, നോ പാർഷ്യൽ അഗോണിസ്റ്റിനെ പറ്റി ഒന്നും പറയുന്നില്ല.
മാത്രമല്ല ഏരിയൻസ്, സയന്റിസ്റ്റിന്റെ പേരാണ് ഏരിയൻസ് ആൻഡ് സ്റ്റീഫൻസൺ ആൻഡ് ഏരിയൻസ് 1950s 60s ആ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. അവരൊരു കാര്യം പുതിയതായിട്ട് കണ്ടുപിടിച്ചു. അവർ പറഞ്ഞത് 99% ഓഫ് ദ റിസപ്റ്റർ 100 ഉണ്ടെങ്കിൽ അതിൽ 99 നമ്മൾ ബ്ലോക്ക് ചെയ്യാന്ന് വിചാരിക്കുക. ഈവൻ ദ റിമൈനിങ് 1% ഓഫ് ദ റിസപ്റ്റേഴ്സ് ക്യാൻ പ്രൊഡ്യൂസ് എ ഫുൾ റെസ്പോൺസ്. ആ ബാക്കിയുള്ള 1% റിസപ്റ്റർക്ക് പഴയതുപോലെ ഫുൾ റെസ്പോൺസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവർ തെളിയിച്ചു. അവർ അഡ്രിനാലിനും ഹിസ്റ്റമിൻ പോലെയുള്ള റിസപ്റ്ററിലാണ് ഈ പരീക്ഷണങ്ങൾ നടത്തിയത്. കൂടുതൽ പ്രവർത്തനത്തിന് കൂടുതൽ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാഡം ആൻഡ് ക്ലർക്ക് പറഞ്ഞത് തെറ്റാണ്. അപ്പോൾ ഒരു പുതിയ കൺസെപ്റ്റ് കൂടി ഈ ഏരിയൻസ് ആൻഡ് സ്റ്റീഫൻസൺസ് വഴി വന്നു. ആ കൺസെപ്റ്റിനെ നമ്മൾ സ്പെയർ റിസപ്റ്റർ എന്നാണ് പറയുക. സ്പെയർ റിസപ്റ്റേഴ്സ് ഓർ റിസർവ് റിസപ്റ്റേഴ്സ് എന്ന് നമുക്ക് വിളിക്കാം. കാരണം ഈ 1% ആൾക്കാർ മതി, ബാക്കി 99 these are spare receptors ആണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇവ മൊത്തം ഒട്ടും ഉപയോഗിക്കണമെന്നില്ല. സോ കാഡം ആൻഡ് ക്ലാർക്ക് റിസപ്റ്റർ ഒക്കുപ്പൻസി പറഞ്ഞു, ഏരിയൻ ആൻഡ് സ്റ്റീഫൻസൺ പറഞ്ഞു ഫുൾ ഒക്കുപ്പൻസിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. സോ ഇതാണ് ആദ്യത്തെ തിയറി. ഇനി രണ്ടാമത്തെ തിയറി പ്രപ്പോസ് ചെയ്തത് പേറ്റൺ ആൻഡ് റെങ്ക് ആണ്. പേറ്റൺ ആൻഡ് റെങ്ക് പറഞ്ഞത് രണ്ടുപേരാണ്, പേറ്റൺ ആൻഡ് റെങ്ക്. ഇവർ പറഞ്ഞത് ഈ തിയറിയുടെ പേര് റേറ്റ് തിയറി എന്നാണ്. റേറ്റ് തിയറി. സോ ഇവർ പറഞ്ഞത് മരുന്നുണ്ടാകുന്ന ഫാർമക്കോളജിക്കൽ എഫക്ട് എന്ന് പറയുന്നത് റേറ്റ് ഡ്രഗും റിസപ്റ്റർ. സോ ദിസ് ദ ഡ്രഗ് പ്ലസ് ദിസ് റിസപ്റ്റർ. ഡ്രഗും റിസപ്റ്ററും തമ്മിൽ ഒട്ടിച്ചേരുന്നതിന്റെ റേറ്റ് ആണെന്നാണ് പറഞ്ഞത്. റേറ്റ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റേറ്റ് ഓഫ് അസോസിയേഷൻ. സോ ഇങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും റേറ്റ് ഓഫ് അസോസിയേഷൻ ഡ്രഗ് പ്ലസ് റിസപ്റ്റർ ആണ്. പക്ഷെ ഇത് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാം. ദിസ് DR can be shifted to drug plus receptor. So this is association, this is dissociation. So agonist എന്ന് പറയുന്നത് അസോസിയേഷൻ കൂട്ടുന്ന മരുന്നുകളാണെങ്കിൽ the rate of association or association per unit time ആണ് റേറ്റ്. ഇത് കൂടുതലാണെങ്കിൽ the drug will be agonist ആയിരിക്കും. ഇങ്ങോട്ടേക്കാണെങ്കിലോ that the drug will be antagonist ആയിരിക്കാം, അല്ലെങ്കിൽ the drug can be partial agonist ആയിരിക്കും. Okay, so ഇവിടെ the drugഉം റിസപ്റ്ററും തുടർച്ചയായിട്ട് അസോസിയേഷനിലും ഡിസോസിയേഷനിലും ഏർപ്പെടുന്നു എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. Okay, so the receptor occupation is changed. ഇവിടെ റിസപ്റ്റർ ഒക്കുപ്പൈ ചെയ്യണം. occupation is changed to the rate of receptor occupation. So rate theory is rate of receptor occupation theory തന്നെയാണ്. So here important thing is rate at which the drug and the ligand binds. So ഇവിടെ കൂടുതൽ നേരം ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് agonist ആയിരിക്കും, അത്രയും നേരം ഒട്ടിപ്പിടിച്ചിരിക്കാത്തത് partial agonist ആയിരിക്കും. Okay, so duration of occupation is the key. അടുത്ത തിയറി വന്നത് induced fit theory ആണ്. Induced fit theory by Koshland. Induced fit theory കോഷ്ലാൻഡ് കൊണ്ടുവന്ന തിയറിയാണ്. Okay, ഇവിടെ മരുന്ന് or ligand bind to the receptor and മരുന്ന് ഇപ്പോൾ the receptor ആണെന്ന് വരയ്ക്കുക. This is the receptor and the drug binds to the receptor and it produces some conformational change occurs on the receptor and conformational change can occur on the drug also. Okay, ഈ conformational change ഉണ്ടാകുന്നത് കൊണ്ടാണ് pharmacological response ഉണ്ടാകുന്നത് എന്നാണ് കോഷ്ലാൻഡ് പറഞ്ഞത്. ഉദാഹരണം acetylcholine when binds to the nicotinic receptor. Nicotinic receptor ion channeling receptor ആണ്. ion channels regulationൽ മാറ്റം ഉണ്ടാകും, തുറക്കുന്നു. അസറ്റൈൽകോളിൻ ഒട്ടിച്ചേരുമ്പോൾ തുറക്കുന്നു, സോഡിയം ആകുന്നു. ലിഗൻഡ് വിട്ടു പോകുന്നതോടെ റിസപ്റ്റർ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് പോകുന്നു. റിസപ്റ്റർ റിട്ടേൺസ് ടു ദ ഒറിജിനൽ കണ്ടീഷൻ. സോ ഈ ചേഞ്ച് മരുന്നിൽ ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞു. ഇപ്പൊ അഗോണിസ്റ്റ് ആണെങ്കിൽ കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാക്കും. സോ ഇഫ് ദർ ഈസ് കൺഫർമേഷണൽ ചേഞ്ച് ദ ഡ്രഗ് ഈസ് ആൻ അഗോണിസ്റ്റ് ആൻഡ് ഇഫ് ദർ ഈസ് നോ കൺഫർമേഷണൽ ചേഞ്ച് ദ ഡ്രഗ് വിൽ ബി ആന്റഗോണിസ്റ്റ്. സോ ഇതാണ് ഇൻഡ്യൂസ് ഫിറ്റ് തിയറി ബൈ കോഷ്ലാൻഡ്. ഇനി പറഞ്ഞത് ഇൻഡ്യൂസ് ഫിറ്റ് തിയറിയുടെ ഒരു മോഡിഫിക്കേഷൻ ആണ്. ഇത് പറഞ്ഞത് ബെലാവോ ആണ്. BELLAEU. ബെലാവോ പറഞ്ഞത് when a ligand bind to the receptor, so ഇത് റിസപ്റ്ററിലാണ് ഒരു ലിഗൻഡ് ബൈൻഡ് ചെയ്യുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാകും. ആൻഡ് വൺ ചേഞ്ച് ഈ സ്പെസിഫിക് കൺഫർമേഷണൽ പെർട്ടർബേഷൻസ് ഉണ്ടാകാം, SCP. അല്ലെങ്കിൽ രണ്ടാമത് ഉണ്ടാക്കാവുന്നത് നോൺ സ്പെസിഫിക് കൺഫർമേഷണൽ പെർട്ടർബേഷൻ NSCP ഉണ്ടാക്കാം. So the drug can produce SCP or NSCP. If the drug produces SCP, അങ്ങനെയുള്ള ഡ്രഗുകളെ നമ്മൾ അഗോണിസ്റ്റ് എന്ന് വിളിക്കും. So agonists are drugs which can produce specific conformational perturbations, while antagonists ആണെങ്കിൽ they produce non-specific conformational perturbations. And if a drug produces both, ഇതും ഉണ്ടാക്കാമെങ്കിൽ നമ്മൾ അവയെ partial agonist എന്ന് വിളിക്കും. So partial agonists are drugs which can produce specific and non-specific perturbational conformational perturbations. So ഇതാണ് ബെലാവോ പറഞ്ഞത്. അടുത്ത തിയറി ആക്ടിവേഷൻ അഗ്രിഗേഷൻ തിയറിയാണ്. ആക്ടിവേഷൻ അഗ്രിഗേഷൻ
അഗ്രിഗേഷൻ തിയറിയാണ്. അഗ്രിഗേഷൻ തിയറി ഇത് പറഞ്ഞത് ചാങ്ക്യുക്സ് എന്ന് പറയുന്നവരും കാർലിൻ പറയാൻ സുഖമാണ്, ചാങ്ക്യോ എന്നാണ് പറയാ, ചാങ്ക്യുക്സ് എന്ന് പറയുന്നത് എനിക്കറിയില്ല. സോ ഇത് പ്രകാരം മരുന്നില്ലാതെ തന്നെ, ഇപ്പൊ ഇത് റിസപ്റ്റർ ആണെന്ന് വിചാരിക്കുക, മരുന്നില്ലാതെ തന്നെ റിസപ്റ്റേഴ്സ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഡൈനാമിക് ഇക്വിലിബ്രിയം. എങ്ങനെയുള്ള സ്റ്റേറ്റിലാണ്? 1. The receptor can be in an activated form. ഇത് റിസപ്റ്റർ ആക്ടിവേറ്റഡ് ഫോം ആണ്, R0 എന്ന് വിചാരിക്കുക. ആൻഡ് രണ്ടാമത്തത് റിസപ്റ്റർ ഈസ് ഇൻ ആൻ ഇനാക്ടിവേറ്റഡ് ഫോം, T0. സോ റിസപ്റ്റർ ക്യാൻ എക്സിസ്റ്റ് ഇൻ 2 ഫോം, ആക്ടിവേറ്റഡ് ആൻഡ് ഇനാക്ടിവേറ്റഡ് ഫോം. ഇവിടെ അഗോണിസ്റ്റ് ഡ്രഗുകൾ ഒട്ടിച്ചേരുന്നത് ഇവിടെ ആയിരിക്കും, അഗോണിസ്റ്റ്. ആന്റഗോണിസ്റ്റുകളോ ഇവിടെ ആയിരിക്കും ഒട്ടിച്ചേരുക. ആന്റഗോണിസ്റ്റ് ഒട്ടിച്ചേരുന്നത് T0 ഫോമിലായിരിക്കും. ഓക്കെ, സോ ആൻഡ് ഞാൻ പറഞ്ഞത് ഡൈനാമിക്, ഇത് തമ്മിൽ ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞു. അഗോണിസ്റ്റ് ഒട്ടിച്ചേരുമ്പോൾ ഇതിനകത്തേക്ക് ദിസ് ഷിഫ്റ്റ് ടു ദിസ് R0 ഫോം, ഡൈനാമിക് ഇക്വിലിബ്രിയത്തെ R0 ഫോമിലേക്ക് ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുക. ആന്റഗോണിസ്റ്റ് ബൈൻഡ് ചെയ്യുമ്പോൾ അതിനെ T0 ഫോമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പാർഷ്യൽ അഗോണിസ്റ്റ് ആണെങ്കിൽ 2 ഫോമിലേക്കും മാറ്റാം. സോ ഹിയർ ദിസ് അഗോണിസ്റ്റ് ബൈൻഡിങ് സൈറ്റും ആന്റഗോണിസ്റ്റ് ബൈൻഡിങ് സൈറ്റും ഇത് R0 ഫോമിലായിരിക്കും, ഇത് T0 ഫോമിലായിരിക്കും എന്നതാണ് ഒരു വ്യത്യാസം. പക്ഷെ ഈ തിയറി പ്രകാരം നമുക്ക് വി കനോട്ട് എക്സ്പ്ലെയിൻ ആക്ഷൻസ് ഓഫ് ഇൻവേഴ്സ് അഗോണിസ്റ്റ് എങ്ങനെയായിരിക്കും എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ തിയറി കൊണ്ട് പറ്റില്ല. ഇനി അടുത്ത തിയറി ഈ പറഞ്ഞ ആക്ടിവേഷൻ അഗ്രിഗേഷൻ തിയറി പോലെ തന്നെയാണ്. ആൻഡ് ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിയറി. ഇതിനെ നമ്മൾ 2 സ്റ്റേറ്റ് എന്നാണ് വിളിക്കുക. 2 സ്റ്റേറ്റ് ഓർ മൾട്ടി സ്റ്റേറ്റ് എന്നും പറയും. മൾട്ടി സ്റ്റേറ്റ് മോഡൽ എന്നാണ് ഇതിനെ നമ്മൾ പറയാം. ഓക്കെ, ഈ തിയറി പ്രകാരം ഇവിടെ റിസപ്റ്റർ 2 സ്റ്റേജിൽ തന്നെ ഉണ്ട്. 1 ദേ ആർ ഇൻ ആർ ഫോം. ആർ ഫോമിനെ നമുക്ക് ഓൺ സ്റ്റേജ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ആക്റ്റീവ് സ്റ്റേജ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ റിലാക്സ് സ്റ്റേജ് എന്ന് വിളിക്കാം. രണ്ടാമത്തെ സ്റ്റേജ് T ആണ്. T മീൻസ് ടെൻസ്ഡ് സ്റ്റേറ്റ് എന്നോ ഇനാക്റ്റീവ് എന്നോ അല്ലെങ്കിൽ ഓഫ് സ്റ്റേജ്. സോ റിസപ്റ്റർ ക്യാൻ എക്സിസ്റ്റ് ഇൻ ഓൺ സ്റ്റേജ് ഓർ ഓഫ് സ്റ്റേജ്. പക്ഷെ ഇവിടെ നമ്മൾ മറ്റേ ഒരു വ്യത്യസ്തമായിട്ട് ഇവിടെ ഈ കൺസിഡർ ഒരു നാച്ചുറൽ ലിഗൻഡ് അതിലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇഫ് നോ നാച്ചുറൽ ലിഗൻഡ് ഇല്ലെങ്കിൽ ദേ ആർ ഇൻ എ ഡൈനാമിക് ഇക്വിലിബ്രിയം. സോ ഡൈനാമിക് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ആക്റ്റീവ് R സ്റ്റാർ ആൻഡ് ദ സ്റ്റാർ. സോ ഇങ്ങനെ ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലായിരിക്കും ഇരിക്കുക. മരുന്നുകൾ ഇതിൽ വിവിധ തരം കൺഫർമേഷനിൽ വന്ന് ഒട്ടിച്ചേരാം. ഇവിടെ ഇഫ് ദ ഡ്രഗ് ഈസ് എ ഫുൾ അഗോണിസ്റ്റ് ആണെങ്കിൽ ഇവിടെ ആയിരിക്കും ഒട്ടിച്ചേരുക, R സ്റ്റാറിലായിരിക്കും ഒട്ടിച്ചേരുക. പാർഷ്യൽ അഗോണിസ്റ്റ് ആണെങ്കിൽ പാർഷ്യൽ അഗോണിസ്റ്റ് ആണെങ്കിൽ പ്രിഫറബിളി ഇവിടെ വന്ന് ഒട്ടിച്ചേരാനാണ് പ്രിഫറൻസ്. ഫുൾ ഇൻവേഴ്സ് അഗോണിസ്റ്റ് ആണെങ്കിൽ ഇവിടെ വന്നായിരിക്കും ഒട്ടിച്ചേരുക, ഇൻവേഴ്സ് അഗോണിസ്റ്റ് ആണെങ്കിൽ. ആൻഡ് പാർഷ്യൽ ഇൻവേഴ്സ് അഗോണിസ്റ്റ് ആണെങ്കിൽ പ്രിഫറബിളി, നേരത്തെ പറഞ്ഞ പോലെ പ്രിഫറബിളി. ആൻഡ് ഇഫ് ദ ഡ്രഗ് ഈസ് ആൻ ആന്റഗോണിസ്റ്റ് ആണെങ്കിൽ ദിസ് ക്യാൻ ഈക്വലി ബൈൻഡ് ടു ഇവിടെയും ഒട്ടിച്ചേരാം, ഇവിടെയും ഒട്ടിച്ചേരാം. ഈക്വലി ബൈൻഡ് ടു R ആൻഡ് R സ്റ്റാർ, രണ്ടിലും എഫക്റ്റ് ചെയ്യാം. സോ this antagonist doesn't produce no effect on basal activity. Basal activityയിൽ കാര്യമായ വ്യത്യാസം വരുത്തുന്നില്ല antagonist. ഇതാണ് 2 സ്റ്റേറ്റ് മോഡൽ. ഇനി മറ്റൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ കൺസെപ്റ്റിനെ നമ്മൾ ടെർണറി കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ അല്ലോസ്റ്ററിക് ബൈൻഡിങ് കൂടി കണക്കിലെടുക്കുന്ന ഒരു കൺസെപ്റ്റാണ്. അധികവും GPCR ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. എങ്കിലും ചില മരുന്നുകൾക്ക് അഗോണിസ്റ്റ് ബൈൻഡിങ് വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത് ഉദാഹരണം ദിസ് ഈസ് എ ഗാബ റിസപ്റ്റർ ആണെന്ന് വിചാരിക്കുക. ഗാബ റിസപ്റ്റർ ഇവിടെയാണ് ഗാബ വന്ന് പിടിക്കേണ്ടത്. ഗാബ അതിനെ നമ്മൾ ഓർത്തോസ്റ്ററിക് ബൈൻഡിങ് സൈറ്റ് എന്നാണ് പറയുക. ഇവിടെ ഗാബ പിടിക്കണം. ബട്ട് ഇഫ് ബെൻസോഡൈസിപ്പിൻസ് എന്ന് പറയുന്ന ഡ്രഗ് ഇവിടെ വന്ന് പിടിക്കാന്ന് വിചാരിക്കും. ഇവിടെ ബെൻസോഡൈസിപ്പിൻസ് വന്ന് പിടിച്ചു കഴിഞ്ഞാൽ ദിസ് വിൽ ഫെസിലിറ്റേറ്റ് മോർ ബൈൻഡിങ് ഓഫ് ഗാബ ടു ദ ഗാബ റിസപ്റ്റർ. സോ ദിസ് സൈറ്റ് ഈസ് കോൾഡ് ആസ് അല്ലോസ്റ്ററിക് ബൈൻഡിങ് സൈറ്റ്. അലോസ്റ്ററിക് ബൈൻഡിങ് സൈറ്റിൽ ഒരു മരുന്ന് വന്ന് പിടിക്കുമ്പോൾ ഈ മരുന്നിനെ ഇവിടെ കൂടുതൽ ഗാബ വന്ന് പിടിപ്പിക്കാനായിട്ട്. സോ അതായത് ഒരു മരുന്ന് ഒട്ടിച്ചേരുമ്പോൾ ആ റിസപ്റ്ററിൽ അവയുടെ നാച്ചുറൽ ലിഗൻഡ്, ഇത് ഗാബയാണ് സാധാരണ വന്ന് പിടിക്കേണ്ടത്, ഗാബ നാച്ചുറൽ ലിഗൻഡ് കൂടുതലായിട്ടോ ചിലപ്പോൾ കുറവായിട്ടോ വന്ന് ബൈൻഡ് ചെയ്യാം. സോ കുറവായിട്ടോ വന്ന് ബൈൻഡ് ചേർന്നാൽ അല്ലെങ്കിൽ ഒട്ടിച്ചേർന്നാൽ, അങ്ങനെ കൂടുതലായിട്ട് ബൈൻഡ് ചെയ്യുന്നതിനെ നമ്മൾ പോസിറ്റീവ് മോഡുലേറ്റേഴ്സ് എന്ന് വിളിക്കും. കുറയ്ക്കുന്നവയെ തിരിച്ച് നെഗറ്റീവ് മോഡുലേറ്റേഴ്സ് എന്നും വിളിക്കും. സോ മറ്റൊരു എക്സാമ്പിൾ, വേറൊരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് NMDA റിസപ്റ്റർ ആണെന്ന് വരയ്ക്കുക. ഞാൻ ഇങ്ങനെ വരയ്ക്കാം. സപ്പോസ് ദിസ് ഈസ് NMDA റിസപ്റ്റർ. അവിടെ 4 ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. സോ ഇവിടെ NMDA റിസപ്റ്റേഴ്സ് ആർ ഫോർ ഗ്ലൂട്ടമേറ്റ് ആണ് വന്ന് ബൈൻഡ് ചെയ്യേണ്ടത്. പക്ഷേ ഗ്ലൂട്ടമേറ്റ് പിടിക്കണമെങ്കിൽ ആദ്യം ആരും വന്ന് പിടിക്കണം? ഇവിടെ ഗ്ലൈസിൻ. ഈ 2 പൊസിഷനിൽ ഗ്ലൈസിൻ വന്ന് പിടിക്കണം. ഗ്ലൈസിൻ നമുക്കറിയാം എന്താണ്. ഗ്ലൈസിൻ നമ്മൾ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടാണ് പഠിക്കുന്നത്. പക്ഷേ ഇവിടെ ഗ്ലൈസിൻ 2 പൊസിഷനിൽ വന്ന് പിടിച്ചാലേ ഗ്ലൂട്ടമേറ്റ് ഇവിടെ വന്ന് പിടിക്കുകയുള്ളൂ. ഓക്കെ, സോ ദിസ് ഗ്ലൈസിൻ ഇവിടെ ഇല്ലെങ്കിലോ there will
be no glutamate. So binding of glycine will facilitate the binding of gluten. So ഇങ്ങനെയൊക്കെയുള്ള മോഡിഫിക്കേഷൻ ചേർത്ത് പറയുന്നതിനാണ് നമ്മൾ ടെർണറി കോംപ്ലക്സ് അലോസ്റ്ററിക് അതിനെയും കൂടി കണക്കിലെടുക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. സോ ഇത്രയൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രഗ് റിസപ്റ്റർ തിയറീസ്. സോ നമുക്ക് തൽക്കാലം ഇവിടെ ചേർത്താം. സോ നമ്മൾ ഈ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞത് ആദ്യം നമ്മൾ വളരെ ഡിഫറെന്റ് കെമിക്കൽ ഇന്ററാക്ഷൻസ് പറഞ്ഞു. കോവാലന്റ് ബോണ്ട്, അയോണിക് ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട്, ഹൈഡ്രോഫോബിക് ബോണ്ട്, വാൻ ഡെർ വാൾസ് ഫോഴ്സസ്, ഇങ്ങനെയൊക്കെയുള്ള ഫോഴ്സസിനെ പറ്റി പറഞ്ഞു. രണ്ടാമത് നമ്മൾ വളരെ വേരിയസ് ഡ്രഗ് റിസപ്റ്റർ തിയറീസ് ആണ് പറഞ്ഞത്. നമ്മൾ ആദ്യം ഒക്കുപേഷൻ തിയറി പറഞ്ഞു, റേറ്റ് തിയറി പറഞ്ഞു, ഇൻഡ്യൂസ് ഫിറ്റ് തിയറി പറഞ്ഞു, മാക്രോമോളിക്കുലർ പെർട്ടർബേഷൻ പറഞ്ഞു, ദെൻ ആക്ടിവേഷൻ അഗ്രിഗേഷൻ തിയറി പറഞ്ഞു, ടു സ്റ്റേറ്റ് ആൻഡ് ടെർണറി കോംപ്ലക്സ്. സോ ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. സോ താങ്ക് യു ഫോർ പേഷ്യന്റ് ലിസണിംഗ്.